ഒരു ചായ കുടിച്ചു വന്ന് പരിചയപ്പെട്ട ഒരാളുടെ കൂടെ അങ്ങോട്ട് കാശും കൊടുത്ത് പറഞ്ഞു വിട്ടിട്ട് ഒരു ഡയലോഗുണ്ട്, എന്തൊക്കെ വന്നാലും നീ പിടിച്ചു നിന്നോണോന്ന്, എവിടെ പിടിച്ച് നിൽക്കുക എന്ന് ചോദിക്കുന്ന പോലെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ വന്ന് പെട്ടുകഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊക്കെ എത്ര വേണമെങ്കിലും റീൽ ചെയ്യാം, പ്രതികരിക്കണം, ഇറങ്ങിപ്പോരണം, സ്വന്തം കാര്യം നോക്കണം, ഇതൊക്കെ പറയാൻ എളുപ്പം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സാഹചര്യങ്ങളിൽ വന്ന് പെട്ടുകഴിഞ്ഞ് കുട്ടികളുമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നൊന്നും അങ്ങനെ ഇറങ്ങിപ്പോരാൻ അസാധാരണമായിട്ടുള്ള ധൈര്യമുള്ളവർക്കൊക്കെ അത് പറ്റത്തുള്ളൂ. ഫാമിലിയുടെയും സൊസൈറ്റിയുടെയും നല്ല സപ്പോർട്ടും വേണ്ടതാണ് ആ സമയത്ത് അവിടെ നിന്ന് ഹീൽ ചെയ്യാനായിട്ട്. ഫാമിലി സപ്പോർട്ട് ചെയ്യുകയല്ല, ബ്ലെയിം ചെയ്യുകയായിരിക്കും. ഫാമിലിക്ക് അവരൊരു ബേർഡനായിട്ട് കാണും. സൊസൈറ്റിക്ക് അത് തന്നെ കരിവാരിത്തേക്കുന്നതിനും കല്ലെടുത്തെറിയുന്നതിനുമാണ് ശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവരങ്ങ് തീരുമാനിക്കും, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഇതൊക്കെയാണ്. അവർ കണ്ടിട്ടുള്ള അവസ്ഥകൾ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കഴിയുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് തന്നെയൊക്കെയാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ സിംഗിൾ ലൈഫ് ആണെങ്കിലും നിങ്ങൾ മാരി ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പം ഫീൽ ചെയ്യുന്നു, തോന്നുന്നു, അനുയോജ്യമായിട്ടുള്ള ഒരാളെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അത് മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ മുമ്പുള്ളവരെല്ലാം ജീവിച്ച പോലെ തന്നെ അതേ പാറ്റേണിൽ നമ്മൾ ജീവിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. Download ShareChat.